കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ പുസ്തകത്തിൻ്റെ പുറകെയാണ്. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ. അരുൺ എഴുത്തച്ഛന് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണിത്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്നറിയാൻ വേണ്ടിയിട്ട് വായിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് 154 പേജിലാണ്. ഇതുവരെ വായിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പേജസ് കൂടി ഉണ്ട്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇത് വായിച്ചു തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 247 പേജസ് ഉണ്ട്. 8 വർഷത്തോളം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ യാത്രകളിലൂടെ മാധ്യമപ്രവർത്തകനായ ലേഖകൻ ശേഖരിച്ച വിവരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതൊരു ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ യാത്രയാണ്. സബ്സിക്വൻ്റ്ലി ആ ആർട്ടിക്കിൾ വളരെ വിശദമായി വളരുകയും അതൊരു പുസ്തകമായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പുസ്തകത്തിൽ പുറംചട്ടയിൽ കാണിക്കുന്ന പോലെ തന്നെ ആചാരങ്ങളുടെ പേരിൽ മാംസകമ്പോളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങളിലൂടെ എന്നാണ്. അതായത് ഒരു കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി എന്ന സമ്പ്രദായത്തെ വളരെ ആഴത്തിൽ റിസർച്ച് ചെയ്ത് എഴുതപ്പെട്ട പുസ്തകമാണിത്. 154 പേജുകൾ കിടക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും അറിയുന്നുകൂടിയില്ല. ഇങ്ങനൊരു പുസ്തകം വന്നത് പലപ്പോഴും ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ സജസ്റ്റ് ചെയ്ത് വന്ന പുസ്തകമാണ്. ഇത് ഞാൻ വളരെ ലേറ്റായിപ്പോയി വായിക്കാനെന്നാണ് എനിക്ക് തോന്നിയത്. എനിവേ ഇതുവരെയും വായിച്ചതിൽ വളരെ ഹൃദ്യമായി എഴുതിയിട്ടുണ്ട്. ഹൃദ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എനിവേ ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് ബുക്ക്. ഹാപ്പി റീഡിങ്.